കാര്യം മാത്രം പറയാം. നമ്മുടെ പ്രിയപ്പെട്ട നമ്മൾക്ക് ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോകത്തിന്റെ നെറുകയിൽ വെക്കാൻ നമ്മൾക്ക് ഇന്ത്യയിൽ നിന്ന് ഒരൊറ്റ നേതാവേ ഉണ്ടായിട്ടുള്ളൂ. അത് പ്രിയപ്പെട്ട നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. ഒരു സ്ത്രീ എന്ന പരിമിതി യാതൊന്നുമില്ലാതെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്ന് ഒരിക്കൽ പോലും അവർ വിളിച്ചു പറയുകയോ ജനങ്ങൾ നിങ്ങളൊരു സ്ത്രീയാണ് എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. മറിച്ച് അവരുടെ പ്രവർത്തനങ്ങളാണ് അവരെ ലോകത്തിന്റെ മുൻപിലേക്ക്, അതായത് നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളും നിയമങ്ങളും ഇവിടെ കൊണ്ടുവന്ന് ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തിയ പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മളുടെ ഈ രാജ്യത്ത് അന്ന് നിലനിന്നിരുന്ന സൗഹാർദ്ദവും മതസൗഹാർദ്ദവും കൊണ്ടുവന്നത് പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ മറിച്ച് ഈ പറയുന്ന മോദി ഗവൺമെന്റ് ഇവിടെ വന്ന ശേഷം എന്താണ് സംഭവിച്ചത്? ഏറ്റവും സ്നേഹത്തോടുകൂടി ഓണവും വിഷുവും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹൈന്ദവന്റെ വീട്ടിൽ കഴിച്ചപ്പോഴും തിരിച്ച് റംസാനും ബക്രീദും മുസ്ലിമിന്റെ വീട്ടിൽ കഴിച്ചപ്പോഴും ഈസ്റ്ററും ക്രിസ്മസും ക്രൈസ്തവന്റെ വീട്ടിൽ കഴിച്ചപ്പോഴും നമ്മളാരും ജാതിയോ മതമോ നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോ സംഘം തിരിഞ്ഞ് ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന ഭിന്നതയുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നമ്മൾ പ്രതികരിക്കണമെങ്കിൽ നമ്മൾക്കറിയാം രാജ്യസഭയിൽ ഇപ്പോൾ 1/3 കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് BJP ഗവൺമെന്റ് ഭരണഘടന മാറ്റാത്തത്. ആ രാജ്യസഭയിലേക്ക് നമുക്ക് പാർലമെന്റ് ഇലക്ഷൻ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, മറിച്ച് നിയമസഭാ ഇലക്ഷൻ ഓരോന്നും വളരെ പ്രധാനപ്പെട്ട, അതായത് രാജ്യസഭയിൽ അവർക്ക്